അതും പറഞ്ഞ് ത്രിലോക് അവനൊന്ന് കൊടുത്തു. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, മൂന്നിനും ജീവിക്കാനുള്ള ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. വിശപ്പിൻ്റെ വില അതൊന്ന് അറിയുന്നതാ നല്ലത്. എന്നിട്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. തന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ലടോ, അനുഭവിപ്പിക്കും. അവസാനം താൻ തന്നെ പറയും ഒന്ന് കൊന്നു തരാൻ. അങ്ങനെ ആകുമടോ തന്നെ ഞാൻ. അവിടെ നിന്ന് അയാളോട് അങ്ങനെ പറഞ്ഞിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ഏട്ടാ എന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്ന അവൻ്റെ അനിയത്തി കുട്ടിയുടെ മുഖമായിരുന്നു. തബലമായി അവൻ്റെ കണ്ണീർ കവിളിനെ തൊട്ടു. അവൻ കണ്ണീർ തുടച്ചു മാറ്റി. എന്തൊക്കെയോ ഉറപ്പിച്ച പോലെ അജുവിനെ വിളിച്ചു. ഹലോ ഹലോ അജു. ആരാ? എടാ, ഇത് ഞാനാ, ത്രിലോക്. ഇതാണ് എൻ്റെ നമ്പർ. എന്താടാ, സുഖല്ലേ? എടാ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. പറ്റുമെങ്കിൽ അതിന്ന് തന്നെ. എടാ, വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഞാൻ ഫ്രീ ആവും. അപ്പോൾ കണ്ടാലോ? നീ ആ ബീച്ച് റോഡിലെ കഫേയിലോട്ട് വരാവോ? ഓക്കെടാ. വൈകിട്ട് 4:30 ആയതും അവൻ കുറച്ച് ഫയൽസും മറ്റുമെടുത്ത് ബാഗിൽ വെച്ചു. അവൻ്റെ വണ്ടിയിൽ കയറി ബീച്ചിനടുത്തുള്ള കഫേയിലെത്തി. അജുവിനെ വിളിച്ചു. എടാ, ഞാൻ എത്തി. എടാ, ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിഞ്ഞതും അജു എത്തി. ഹായ്ടാ, നീ എന്താ വരാൻ പറഞ്ഞത്? എടാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനും ചോദിക്കാനും ഉണ്ട്. ആടാ, പറ. അവൻ ഒരു ഫോട്ടോ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ആ ഫോട്ടോ കണ്ട അജു ഞെട്ടി. എടാ, ഇത് ആമിയല്ലേ? ഇവളുടെ ഫോട്ടോ എങ്ങനെ നിൻ്റെ കയ്യിൽ? ഇത് ആമിയല്ല, ഇത് ത്രേയ, എൻ്റെ അനിയത്തി. എനിക്കറിയേണ്ടത് ആമിയെക്കുറിച്ചാണ്. അവളെക്കുറിച്ച് ചില സംശയം. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇതെൻ്റെ അനിയത്തി നേത്രയാണ്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? പറയാം, നീ എല്ലാം അറിയണം. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ നാഗേന്ദ്ര ആചാര്യയ്ക്കും കൗസല്യ ആചാര്യയ്ക്കും 2 മക്കൾ. ഒന്നാമത്തേത് ആയുധ് ആചാര്യ, എൻ്റെ അച്ഛൻ. ഞങ്ങളുടെ ബിസിനസ് നോക്കി നടത്തുന്നത് അച്ഛനാണ്. അമ്മ രാഗിണി. അവർക്ക് 3 മക്കൾ. ത്രിലോക് ആചാര്യ എന്ന ഞാൻ. എനിക്ക് താഴെ 2 അനിയത്തിമാർ. ത്രേയ, നേത്ര ട്വിൻസാണ്, ഐഡൻറ്റിക്കൽ ട്വിൻസ്. അർച്ചന ആചാര്യ എൻ്റെ അച്ഛൻ്റെ അനിയത്തി. അപ്പച്ചി ഒരു ടീച്ചറായിരുന്നു. അപ്പച്ചിയുടെ ഹസ്ബൻഡ് മാധവ്, അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണർ. 3ൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾക്കൊരു മാരേജ് ഫംഗ്ഷന്. അന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേത്രയും നഷ്ടപ്പെട്ടത്. അന്ന് വരുമ്പോൾ ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ അതിൽ എൻ്റെ അച്ഛനൊരു കാല് പോയി. നേത്രയും ചെറിയമ്മയും അതിനുശേഷം കാണാതായി. മാധവമാമ ആ ആക്സിഡൻറ്റിൽ മരിച്ചു. അമ്മയ്ക്കും എനിക്കും പരിക്ക് പറ്റി, ത്രയമോൾക്കും. കാരണം ഫ്രണ്ടിൽ അച്ഛനും മാധവമ്മയും നേത്രമോളുമായിരുന്നു. ഡോറ് തുറന്ന് ഞാനും അമ്മയും ത്രയമോളും ചെറിയമ്മയും. പക്ഷേ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ബോധം വന്നപ്പോൾ നേത്രമോളെയും ചെറിയമ്മയും കാണാനില്ല. പിന്നെ കുറേ അന്വേഷിച്ചു, കാര്യമുണ്ടായില്ല. എന്നാലും ഞങ്ങൾക്ക് ഒരു നീറ്റലായിരുന്നു ഞങ്ങളുടെ കുട്ടി. പിന്നെ അതിനെ ഓവർകം ചെയ്തത് ത്രയമോളുടെ പ്രസൻസാണ്. പിന്നെ അവളെ ചുറ്റിപ്പറ്റിയായി ഞങ്ങളുടെ ലോകം. എന്നെ തപ്പട്ട എന്ന എൻ്റെ കുട്ടി വിളിച്ചിരുന്നത്. അവൾക്ക് എന്തിനും ഞാൻ വേണമായിരുന്നു. എന്നെ അത്രയ്ക്കിഷ്ടമാണ്. ഇപ്പോൾ ത്രയമോൾ എവിടെ? വീട്ടിലുണ്ടോ? ഇല്ല, അവൾക്കൊരു ആക്സിഡൻ്റ് അല്ല, എൻ്റെ കുട്ടി. അവന്മാർ പറയാൻ കഴിയാതെ അവൻ കരഞ്ഞുപോയി. എടാ, നീ തെളിച്ചു പറ. നിനക്ക് KV ഗ്രൂപ്പ് അറിയില്ലേ? അവർക്ക് ശ്രീനിലയം ഗ്രൂപ്പുമായി പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ശ്രീനിലയം ഗ്രൂപ്പ് നിനക്കറിയില്ലേ? എൻ്റെ അമ്മാവൻ ദേവനാരായണൻ്റെ. എന്താടാ? അതിൻ്റെ ഓണർ കിഷോർ. അയാളാണ് എൻ്റെ കുട്ടിയെ. എടാ, നീ ഒന്ന് തെളിച്ചു പറയടാ. എൻ്റെ കുട്ടി 8ൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് KV ഗ്രൂപ്പ്സ് ആദ്യമായി അല്ല, 2ാമതായി വന്നത്. ആദ്യം അവർ വന്നതായിരുന്നു ആ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ. അവർക്ക് ചെറിയമ്മയെ വേണമായിരുന്നു, അയാളുടെ അളിയൻ്റെ ഭാര്യയായി. പക്ഷേ അച്ഛൻ എതിർത്തു. അതിൻ്റെ പ്രതികാരമായിരുന്നു ആക്സിഡൻറ്റ്. പിന്നെ വന്നത് അന്നാണ്. എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയപ്പോൾ ഡാൻസിന്. അന്ന് അവർ ഞങ്ങളുടെ കമ്പനി അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചില്ല. അതിനു പകരമായി എൻ്റെ കുട്ടി അവന്മാർ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരിറ്റ് ജീവനേ ഉണ്ടായിരുന്നുള്ളൂ. മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചതാ.
അന്ന് അവിടെ വെച്ച് എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞു, വേദനിക്കുന്നു ഏട്ടാ എന്ന്. അന്ന് എനിക്ക് വന്ന സങ്കടം ദേഷ്യവുമൊക്കെ ആർക്കും ഓർക്കാൻ കൂടി കഴിയില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവളെ അങ്ങനെ ആക്കിയവർ ഈ ലോകത്തുണ്ടാവില്ല എന്ന്. അങ്ങനെ അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അന്ന് യാദൃച്ഛികമായി ആമിയെ കണ്ടത്. അപ്പോൾ അവളെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവളെ നിൻ്റെ അനിയത്തി ആരുവിൻ്റെ കൂടെ കണ്ടത്. പിന്നെ അവളെപ്പറ്റി അന്വേഷണമായി. കണ്ടെത്തി അവളെൻ്റെ അനിയത്തിയാണെന്ന്. അവൾ അറിയാതെ എടുത്ത അവളുടെ മുടിനാര് കൊണ്ട്. അതിനുശേഷം ഞാനുണ്ടായിരുന്നു നിങ്ങളുടെ പിന്നാലെ. അപ്പോഴാണ് വിവേക് കാരണം നിങ്ങളുടെ കുടുംബത്തിലും പ്രോബ്ലം ഉണ്ടാകുന്നത്, ആമിയെ ഇറക്കി വിടുന്നതും. അന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയത് ഞാനാണ്. അതിനുശേഷം എനിക്കറിയാമായിരുന്നു നിങ്ങൾ ആരെങ്കിലും അവളെ അന്വേഷിച്ച് വരുമെന്ന്. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് രുദ്രന് ആക്സിഡൻ്റ് ഉണ്ടായത്. അന്ന് അവനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചതും അവിടെ വെച്ച് ഞാൻ രുദ്രനോട് എല്ലാം പറഞ്ഞു. അതിനുശേഷം ആമിയോടും. അവിടുന്ന് അവൻ്റെ നാട്ടിൽ പോയി അവിടെ ഒരു ആശ്രമത്തിലാണ് ആമി ഇപ്പോൾ. അവനിപ്പോൾ IPS എന്ന ലക്ഷ്യത്തിലും. അങ്ങനെ അവൻ്റെ ഐഡിയയാണ് ത്രേയമോളെ ആമിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ ആശ്രമത്തിൽ ചികിത്സിപ്പിക്കുന്നത്. അത് രണ്ടാളുടെയും സുരക്ഷയ്ക്കും നല്ലതായെന്ന്. അവിടുന്ന് ഇതുവരെ ഞങ്ങൾ അവളെ സംരക്ഷിക്കുക. ഇപ്പോൾ അവൻ ട്രെയിനിങ്ങിന് പോകുന്നത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ കുട്ടിക്ക് സംരക്ഷണയായി. ഇപ്പോൾ ഇതൊക്കെ നിന്നോട് പറയാൻ കാരണം ഒന്നേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ ഉണ്ടാവണം എൻ്റെ മോൾക്ക്. ഉണ്ടാവില്ലടാ, നിനക്കൊന്നും വരില്ല. പിന്നെ നമ്മുടെ അനിയത്തിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. പിന്നെ എനിക്ക് ചിറ്റയെക്കുറിച്ച് കൂടി അറിയണം, എന്നാലേ അന്നെന്താ ഉണ്ടായതെന്നറിയൂ. ആമി പറഞ്ഞു, സാമിയമ്മ ആ സ്ത്രീക്കായിരിക്കും അറിവുണ്ടാവുക എന്ന്. അവരെ ഒന്ന് കാണണം, അതിനുവേണ്ടിയാ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. ആ, ഞാൻ ഹെൽപ്പ് ചെയ്യാടാ. ആ, പിന്നെ ഇഷിയെ സൂക്ഷിക്കണം. പിന്നെ ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയണം. ഇനി ഈ കളിക്ക് ശ്രീനിലയം ഗ്രൂപ്പിൻ്റെ സഹായം വേണം. എന്തിന് ഞാനുണ്ടടാ. അതും പറഞ്ഞ് അവർ പിരിഞ്ഞു. മനസ്സിൽ പലതും കണക്ക് കൂട്ടി ത്രിലോക് വീട്ടിലേക്ക് പോയി. ഇതേ സമയം അജു വീട്ടിലെത്തി. അവിടെയുള്ളവരോടെല്ലാം കാര്യം പറഞ്ഞു. ത്രിലോക് വീട്ടിലെത്തിയതും അവൻ നേരെ അച്ഛനെ കാണാൻ പോയി. അച്ഛാ, ആ നീ വന്നോ? എന്തായി പോയ കാര്യങ്ങൾ? അതൊക്കെ ഓക്കെ ആയി. അജുവിനോടെല്ലാം പറഞ്ഞു. അവൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞു. അന്നത്തെ ആ ആക്സിഡൻറ്റിന് പിന്നിൽ അയാളാണ് എന്ന് തെളിഞ്ഞാൽ പിന്നെ അയാളെ ബാക്കി വെക്കില്ല ഞാൻ. ഇപ്പോഴും അജുവിനോട് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല അയാളുടെ അളിയൻ ആരാണെന്ന്, ആക്സിഡൻറ്റിൻ്റെ സത്യാവസ്ഥയും. അതൊക്കെ സമയം പോലെ പറയാം. എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ. നാളെ അവളെ കാണാൻ പോകുമ്പോൾ ഞാനും വരും. എനിക്ക് കാണണം എൻ്റെ കുട്ടിയെ. നാളെ പോകാം. അവിടുന്ന് എഴുന്നേറ്റ് അവൻ റൂമിലേക്ക് പോയി. അവിടെ ചുമരിൽ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ അതിലൊക്കെ ഒരു പെൺകുട്ടിയും നീണ്ട മുടി വിടർത്തി ഇട്ട് നിൽക്കുന്ന ഒരു കുറുമ്പി. അവൻ അവളുടെ തനിയുള്ള ഫോട്ടോയുടെ അടുത്തേക്ക് പോയി. ഇനി എന്നാ മോളെ നീ എന്നെ ഏട്ടാ എന്ന് വിളിക്കുക? ആ വിളി കേൾക്കാനായ ഞാനിവിടെ കാത്തു നിൽക്കുന്നത്. അതും പറഞ്ഞ് അവൻ നിലത്തേക്ക് ഊർന്നിരുന്നു. അവൻ്റെ മിഴിക്കോണിലൂടെ കണ്ണുനീർ ഈർന്നിറങ്ങി. ഇതേ സമയം കേട്ടുനിന്ന് വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ് എല്ലാവരും. അജുവിൻ്റെ നിശ്ചയത്തിന് വന്നതിന് ശേഷം എല്ലാവരും കുറച്ചു ദിവസം അവിടെ നിൽക്കുകയായിരുന്നു. കൂട്ടത്തിൽ പൊന്നുവും കൂട്ടരും. അവർക്ക് ഒരുപോലെ സങ്കടവും സന്തോഷവും തോന്നി. അവർ അജുവിനടുത്തെത്തി. ഞങ്ങൾക്ക് അവളുടെ ശബ്ദം ഒന്ന് കേൾപ്പിച്ച് തരൂ അജുവേട്ടാ, പ്ലീസ്. എനിക്കറിയില്ല മോളെ, ഞാൻ അവനോട് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. ആ, അജു അവിടുന്ന് പോന്നതിന് ശേഷം അവൻ നേരെ ത്രിലോകിനെ വിളിച്ചു. എടാ, ഞാൻ എല്ലാവരോടും പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ മഠത്തിൽ പോകുക. ഇവിടെയുള്ളവർ സപ്പോർട്ടാണ്. ഇനി സാമിയമ്മ കാണണം, എന്നിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ. അവൻ ഫോൺ വെച്ചു. നേരെ മഠത്തിൽ പോയി. അവിടെ ചെന്ന് സാമിയമ്മയെ കണ്ടു. സാമിയമ്മേ, ഞാനൊരു കാര്യം ചോദിക്കാനും കുറച്ച് കാര്യങ്ങൾ പറയാനുമാണ് വന്നത്. എന്താ മോനെ? അവൻ ത്രിലോകിനെ പറ്റിയും അവൻ്റെ കുടുംബത്തെ പറ്റിയും എല്ലാം പറഞ്ഞു. എല്ലാം കേട്ടതും സാമിയമ്മ ഒരു ദീർഘനിശ്വാസം എടുത്തു. ഇതിൽ പകുതി എന്നോട് മുന്നേ അർച്ചന പറഞ്ഞിരുന്നു. എന്താ സാമിയമ്മേ പറയുന്നേ? അതേ മോനെ, നാളെ ആ പയ്യനെയും കൂട്ടി നീ വരൂ. ഞാൻ പറഞ്ഞു തരാം ചില കാര്യങ്ങൾ. ഓക്കെ അമ്മേ, ഞങ്ങൾ നാളെ വരാം. അവൻ വേഗം ഫോൺ എടുത്ത് ത്രിലോകിനെ വിളിച്ചു. എന്താടാ? ഫോൺ എടുത്തപ്പോൾ ത്രിലോക് ചോദിച്ചു, എടാ, നാളത്തെ എല്ലാവർക്കും മാറ്റിവെക്ക്. നാളെ നീ ആശ്രമത്തിൽ വാ. സാമിയമ്മയ്ക്ക് എന്തെല്ലോ പറയാനുണ്ട് നിന്നോടെന്ന്. ഓക്കേടാ, ഞാൻ നാളെ വരാം. ബൈ.
സാമിയമ്മയ്ക്ക് എന്താ പറയാനുണ്ടാവുക എന്ന് ചിന്തിച്ച് അവനിരുന്നു. പിറ്റേന്ന് നേരം പുലരുന്നതും അവൻ വേഗം എഴുന്നേറ്റു. എല്ലാം കഴിഞ്ഞ് അവൻ അജുവിൻ്റെ വീട്ടിലെത്തി. അവർ രണ്ടുപേരും കൂടി സാമിയമ്മയെ കാണാൻ ചെന്നു. സാമിയമ്മ, ആ നിങ്ങൾ വന്നോ? ആ, ഇതാണ് ഞാൻ പറഞ്ഞ ത്രിലോക്. ഈ കുട്ടിയല്ലേ ആമി മോളുടെ ഏട്ടൻ? അതെ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? എല്ലാം അറിയണം, ഞാൻ പറയാം. അന്ന് വിവേകാനന്ദ ജയന്തിയായിരുന്നു. അത് പ്രമാണിച്ച് ആശ്രമത്തിൽ നിന്ന് എല്ലാവരും ഒരു ടൂർ പോയി. ആശ്രമങ്ങളിലൂടെ അമൃതാനന്ദമയിയുടെയും ആശ്രമത്തിൽ പോയി. തിരിച്ചു വരുമ്പോഴാണ് ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായി അമൃതാനന്ദ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് കണ്ടത്. അവൾ ആകെ അവശയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവൾ ഭയന്നു. പിന്നെ ഞങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ അവിടുത്തെ ആരെങ്കിലും ആവാം എന്ന് കരുതിയാവണം അവർ ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ എല്ലാവരും മരിച്ചുപോയി. ഇനി ഇവള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്നിവിടെ ഒരു അഭയം നൽകണം. അതും പറഞ്ഞ് അവർ ഞങ്ങളുടെ കയ്യിൽ ബോധം കെട്ടു വീണു. ഞങ്ങൾ അവരെ വേഗം മഠത്തിനുള്ളിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഞങ്ങൾ അവരോട് ചോദിച്ചു ഉണ്ടായ കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് പറ്റി ഫാമിലി മുഴുവൻ മരിച്ചുപോയി എന്ന്. അപ്പോൾ അത് ഞാൻ വിശ്വസിച്ചില്ല. കാരണം അവരെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നി. ഞാൻ അവരോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. അന്നവർ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു, എൻ്റെ പേര് അർച്ചന. ഞാൻ ആചാര്യ ഗ്രൂപ്പിൻ്റെ ഓണറുടെ അനിയത്തിയാണ്. ഇത് ഏട്ടൻ്റെ മകളാണ്. ഇതിനു പുറമെ ഞാൻ 1 month പ്രഗ്നൻ്റ് ആണ്. ഈ സാഹചര്യത്തിൽ എനിക്കെൻ്റെ കുട്ടിയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും അവരെന്നെ കണ്ടെത്താം. അയാൾ രാജശേഖർ, KV ഗ്രൂപ്പ് ഓണേഴ്സിൽ ഒരാളാണ് അയാൾ. അയാൾക്ക് എന്നോടും എന്നിലൂടെ ആചാര്യ ഗ്രൂപ്പിലും കണ്ണുണ്ടായിരുന്നു. ആ സമയത്താണ് അയാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. അതിലൂടെ കുറച്ച് ദിവസം ആശുപത്രിവാസം വേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മാരേജ് മാധവേട്ടനുമായി നടന്നത്. അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയതും അതിൻ്റെ പ്രതികാരമാണ് ഇപ്പോൾ നടത്തിയത്. ഇതിൽ ഞാൻ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാണ് അയാൾ എൻ്റെ സൈഡിലെ ഡോർ തുറന്നിട്ടത്. ഇടിച്ചതിന് ശേഷം എന്നിട്ട് എന്നെ പിടിച്ചു കൊണ്ടുപോയത്. അതിനുശേഷം രണ്ടാമതും അയാൾ വണ്ടി ഇടിപ്പിച്ചു. ആ സമയത്ത് ഞാൻ എന്നെ പിടിച്ച ആളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ അങ്ങനെ ഓടി ഒരിടത്ത് മറഞ്ഞു നിന്നു. കുറച്ചു നേരം അവർ എന്നെ തപ്പിക്കിട്ടാതായപ്പോൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുക. അവരെല്ലാവരും പോയതും ഞാൻ കാറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് ബാക്ക് സീറ്റിൽ നെത്രമോൾ ബേബി ബെഡിൽ കിടക്കുന്നത് കണ്ടത്. ഇടിയുടെ ആഘാതത്തിൽ അത് വാതിലിൻ്റെ അടുത്തായിരുന്നു. ഞാൻ മറ്റുള്ളവരെ നോക്കിയപ്പോൾ ആർക്കും അനക്കമില്ല. ഞാൻ വേഗം നൈത്രമോളയും എടുത്ത് അവിടുന്ന് ഓടി. അങ്ങനെയാ ഇവിടെ എത്തിയത്. ഇതാണ് അവർ എന്നോട് പറഞ്ഞത്. ഇതിനുശേഷം അവർ ഞങ്ങളുടെ കൂടെ ഇവിടെയായിരുന്നു താമസം. പ്രസവ സമയത്തുണ്ടായ ചില കോംപ്ലിക്കേഷൻസ് കാരണം അവരെ ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല. നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആക്സിഡൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പേ അമ്മ ത്രേമോളെ എന്നെയും നേത്രമോളെയും ചെറിയമ്മയെ ഏൽപ്പിച്ചു. എന്നിട്ട് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നു. അന്ന് ആ ആക്സിഡൻറ്റിൽ എനിക്കും അവൾക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങളെ 3 ആളെയും അമ്മയും ചെറിയമ്മയും കൂടി കവർ ചെയ്ത് പിടിച്ചു. പെട്ടെന്ന് ചെറിയമ്മയെ കാണാതായപ്പോൾ നേത്രമോളെ പിടിക്കാൻ അമ്മ നോക്കുമ്പോൾ ആ സമയത്താണ് ഇടി. അതിനുശേഷം ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്കും നേത്രമോൾക്കും പരിക്കുണ്ട്, എന്നാലും സീരിയസ് അല്ല. അമ്മയ്ക്ക് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. അച്ഛന് ആക്സിഡൻറ്റ് ടൈമിൽ ഡ്രൈവർക്ക് എയർ ബാഗ് ഉണ്ടാകുമല്ലോ, അത് കൃത്യം പ്രവർത്തിച്ചതുകൊണ്ട് പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. മാധവമാമ തല ശക്തമായി ചില്ലിലിടിച്ചതിനെ തുടർന്ന് കോമ സ്റ്റേജിലായിരുന്നു. റിക്കവറായി വരുമ്പോൾ അപ്പച്ചി മരിച്ചതറിഞ്ഞത്. തുടർന്ന് വയ്യാതായി, പിന്നെ മരിച്ചു. ഞാനിപ്പോൾ വരാം. ഇത് ആമി മോളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. സ്കൂൾ TC മുതൽ എല്ലാമുണ്ട്. കുട്ടിയുടെ ജീവൻ ആപത്തിലാണെന്ന് പറഞ്ഞ് അപ്പച്ചിയാണ് പേര് മാറ്റിയത്. താങ്ക്സ് എല്ലാം പറഞ്ഞു തന്നതിന്. പിന്നെ ആമി മോളുടെ ഒരു ഡയറി അവളുടെ റൂമിലുണ്ട്. 1 മിനിറ്റ്. അവർ അത് എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. താങ്ക്സ്. എന്നാൽ ഞങ്ങൾ പോട്ടെ. ശരി മക്കളെ, എല്ലാം നല്ല പോലെ നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ അവിടെ നിന്നിറങ്ങി. ഇനി എന്താ നിന്റെ പ്ലാൻ? ഇനിയാണ് റിയൽ കളി തുടങ്ങാൻ പോകുന്നത്. എന്തിനും കൂട്ട് ഞാനുണ്ടടാ. അങ്ങനെ അവർ തുടങ്ങുകയായി കളി.